ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഗൈസ് അപ്പം നമ്മൾ ബസ് കാളൊക്കെ എടുത്ത് നമ്മളെ സ്റ്റാൻഡിലോട്ട് കാളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ സ്റ്റാൻഡിലോട്ട് കാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടുന്ന് എല്ലാവരും കയറണം, എല്ലാവരും പെട്ടെന്ന് കയറാൻ നോക്കാം. ഓക്കെ എല്ലാവരും കയറട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ പകുതി വരവാളൊക്കെ കയറിയിട്ടുണ്ട്. ഇന്ന് ഇവരെയും വെച്ച് പോവാം കേട്ടോ ഗൈസ്. അപ്പം ഇവരെയും വെച്ച് നമുക്ക് അടുത്ത സ്റ്റാൻഡിൽ പോവാം കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ നമ്മളെ മിലിറ്ററി ബേസ് ആണ് വെച്ചാൽ മതി. അപ്പം മിലിറ്ററി ബേസ് ആണ്. ഓക്കെ ഗൈസ്, അപ്പം വലിയൊക്കെ തെറ്റി അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരെല്ലാം നമ്മളെ പൂരത്തിനിടും കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ നേരെ നമ്മളെ മിലിറ്ററി ബേസിൻ്റെ ഇവിടെ ആരും കയറാനൊന്നുമില്ല. ചിലപ്പം വല്ല ആർമികൾ കാണും, അല്ലാതെ വേറെ ആൾക്കാരൊന്നും കാണൂല. തന്നെ അവർ ചാടിക്കൊണ്ട് വരുന്നുണ്ട് മോനെ ഗൈസ്. അപ്പം അവർ ഇറങ്ങി വരുന്നോ ഇല്ലല്ലേ? ഓക്കെ ഗൈസ്, അപ്പം നമുക്കാണെങ്കിൽ നേരെ നമ്മളെ കാർ ഷോറൂമിൻ്റെ അവിടെ ആൾക്കാരെയാണ്. ഇനി അവരെ പോയും കൂടെ എടുക്കണം മച്ചാന്മാരെ. അപ്പം ഗൈസ്, അപ്പം ഇതിൻ്റെ ബാക്കിൽ കൂടെ ആണ് പോകുന്നത്. ബീച്ച് റോഡ് പോയിട്ട് കുറേ നാളായി. അപ്പോൾ ബീച്ച് റോഡ് ഇന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡ്യൂട്ടിക്ക്. എൻ്റെ പൊന്നോ, അടുത്ത കാറുകാരൻ്റെ മണ്ടയിൽ ചെന്നേറി ഗൈസ്. അപ്പം ഇതേ കണക്കുള്ള അപകടങ്ങളുണ്ടായാൽ നമുക്ക് കിട്ടുന്ന ഫീസ് ചെയ്യുന്ന നല്ല കുറച്ച് എമൗണ്ട് തരത്തോളം എന്നാണ് ഗൈസ് ഇതിൻ്റെ മുതലാളികളൊക്കെ പറയുന്നത്. നമ്മളാ കിലോമീറ്റർ സ്പീഡ് കയറുന്ന ഒരു സ്പീഡ് കണ്ടു കേട്ടോ ഗൈസ്. അപ്പം ഇതിന് 100 ഉള്ളൂ കേട്ടോ ഗൈസ്. ടോട്ടൽ സ്പീഡ് ഇതിന് 100 ഉള്ളൂ ഗൈസ്. അതാണ് നല്ല സ്പീഡ് കുറവാണ് ഈ വണ്ടിക്ക്. വെറും 100 കിലോമീറ്റർ സ്പീഡ് വെച്ച് എങ്ങനെയാടാ ഇത് ഓടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്ന. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ബീച്ച് റോഡ് ഇവിടെ നിന്നും ആൾക്കാരൊന്നും കയറാനേ ഇല്ല ഗൈസ്. അപ്പം നമ്മൾ സ്റ്റാൻഡിലല്ലേ ഗൈസ് അപ്പോൾ പോകുന്നത്. ഇവിടെ നിന്നും ആൾക്കാർ കയറത്തില്ല. നമ്മൾ അല്ലാതെ സൂപ്പർ ഫാസ്റ്റ് കണക്കത്തെയാണ്. ഇയാളൊക്കെ എന്തുവാടേ ഗൈസ്. നമ്മൾ മര്യാദയ്ക്ക് വന്ന് നമ്മൾ മണ്ടയിലോട്ട് ഓരോരുത്തരന്മാരും വന്ന് കയറും. വണ്ടിയുടെ ടോപ്പ് സ്പീഡ് കയറി കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പം കുറേയൊന്നുണ്ട് ഗൈസ്. അപ്പോൾ കൂടെയും കുറേയൊക്കെ ചെയ്ത് ഞാൻ ഒറ്റ ബഗ്ഗിൽ തന്നെ നിൽക്കുമെന്ന്. പക്ഷേ അങ്ങനൊന്നും അല്ല. ഓക്കെ ഇതിൽ ഭയങ്കര ബ്ലോക്കാണ് കേസ്. അപ്പോൾ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാൽ പുതിയ വണ്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് വരും കേസ്. ഇപ്പം അതിനകത്ത് നമ്മളെ വണ്ടി വെച്ച് തട്ടി അവരെ പുതിയ വണ്ടി പഴയ വണ്ടിയാക്കി കൊടുക്കും കേസ്. അപ്പം അത് ആ പരിപാടിയൊന്നും നമുക്ക് വേണ്ട. എന്തായാലും വെച്ചാൽ നമുക്ക് ഈ ഒരു നേർ വഴി തന്നെ പോവാം കേസ്. അപ്പം നമുക്ക് ഒരു ഫോർച്യൂണറൊക്കെ പോകുന്ന വെട്ടിക്കാം. ഇതിനൊക്കെ സ്പീഡ് കുറവാണ് കേസ്. അപ്പം നമ്മൾ വണ്ടിക്ക് വെറും 100 കിലോമീറ്റർ സ്പീഡ് കേസ്. അപ്പം ഈ ഒരു ഇന്ത്യൻ ബൈക്കിലെ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള വണ്ടി ഏതാണെന്ന് നോക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേസ്. അപ്പോൾ ഏത് വണ്ടിയാണ് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. ഇവിടെ ഡാടാ കയറല്ലേ. നിൽക്ക്. ഓക്കെ ഇടിച്ചില്ല. ഓക്കെ കേസ്. അപ്പം ഇവിടെ നിന്ന് കറങ്ങി പോകണം. അത്രയും കറങ്ങണ്ട കേസ്. അപ്പം ഇവിടെ നിന്ന് അങ്ങനെ കറങ്ങി കയറിയാൽ മതി. മെയിൻ റോഡ് ഇവിടുത്തെ പോകണ്ടെന്നാണ് അപ്പോൾ നമ്മുടെ മുതലാളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സോനു മുതലാളി പറഞ്ഞ കണക്കേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഓപ്പറേറ്റർ രാഹുൽ ഭായ് ആണ് കേസ്. അപ്പം അയാൾ പറഞ്ഞ കണക്ക് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അയാളെ ബസ്സാണ് കേട്ടോ കേസ്. അയാളാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സ്റ്റോപ്പില്ല കേട്ടോ കേസ്. പണ്ടുണ്ടായിരുന്ന ഇപ്പോൾ നേരെ ഇവരെ എല്ലാവരും കൊണ്ടുപോയി നേരെ എയർപോർട്ടിൽ തട്ടുക, എന്നിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടിടുക. അതാണ് കേസ്. ഇപ്പോൾ നമുക്കുള്ള റൂട്ടും കാണിക്കാം. ഇപ്പോൾ എയർപോർട്ടിലോട്ട് ഇറങ്ങാനുള്ളവരാണ് ഇതിനകത്ത് കൂടുതൽ കയറുണ്ടുള്ളത്. ബാക്കിയുള്ളവരും പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ വണ്ടി പോവും വെച്ചിട്ട് കറങ്ങിയാണ് പോകേണ്ടുള്ളത്. അതാണ് ഇയാൾക്കൊന്നും അറിഞ്ഞോളൂ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അടിച്ചു വിട്ട് വന്നപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചില്ല. ഈ പെട്രോൾ പമ്പിൻ്റെ ഇതിലേക്ക് കയറിപ്പോവാം. ഞാൻ അവിടെ സ്റ്റോപ്പില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അടിച്ചു വിട്ട് വരുന്നതായിരുന്നു കേസ്. അപ്പം ഇതിനകത്തിരുന്ന ആൾക്കാരെല്ലാം കൂവി വിളിയായിരുന്നു കേട്ടോ കേസ്. ഇവിടെ നിർത്തിടാന്ന് ഞാനൊന്നും കേട്ടില്ല. ഓക്കെ ഇവരെന്നുള്ള എല്ലാം നമുക്ക് ചെവിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം പെട്ടെന്ന് ഇറങ്ങി കേസ്. അപ്പോൾ ഇല്ല ട്രെയിൻ വരാൻ ഭാഗ്യ കേസ്. ട്രെയിൻ വരാണെങ്കിൽ ഇവരെല്ലാണ്ട് എന്നെ പഞ്ഞിക്കിട്ടേനാ. ഓക്കെ ഇറങ്ങി എല്ലാവരും ഇറങ്ങാം. ഓക്കെ ഇങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ അമ്മമാർ ഈ വണ്ടിയുടെ ബാക്കിൽ കയറി ഇരിക്കും. ചിലപ്പോൾ ഇറങ്ങത്തില്ല അവർ. എന്നിട്ട് ആ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പായിരിക്കും അവർ
കേസ് കിടന്ന് അലറും. അതാണ് കേസ് പ്രശ്നം. ഓക്കെ കേസ്, അപ്പോൾ ഈ ഒരു KSRTC ബസ്സാണ് കേസ് നമ്മൾ ഓട്ടിക്കുന്നത്. ഇതിലെ കയറി നമ്മളിന്ന് വളഞ്ഞ് ഡിഫൻഡറിൻ്റെ ഒക്കെ ഇടയ്ക്ക് കയറ്റിക്കൊണ്ട് പോകാന്ന് വെച്ചാൽ നടക്കൂല. മരെല്ലാം ചെന്ന് പരാതി അങ്ങ് കൊടുക്കുക കേസ്. അപ്പം ഇതിനകത്ത് VIP ഒക്കെ ഉണ്ട്. ഓക്കെ കേസ്, അപ്പം ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചിടുക. ഓക്കെ കേസ്, അപ്പോൾ ഓക്കെ കേസ്, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡയറക്റ്റ് ഒരു ബസ്സാണ് കേട്ടോ കേസ്. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് നടക്കുന്ന ബസ്സാണ്. എല്ലാം എവിടെ നിർത്തിയല്ലേ കേസ് പോകുന്നത്. ഒറ്റയടിക്ക് ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്റ്റോപ്പിൽ എത്തുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിനെന്താ പേര് പറയേണ്ടതെന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേസ്. അപ്പം സോ നമ്മൾ കാലൊക്കെ നേരെ ഇങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് കാലൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടെ വെച്ച് ഇറക്കിയതിന് ശേഷം നമ്മളിന്ന് കറങ്ങി പോകണം. എല്ലാവരും ഇറങ്ങട്ടെ കേസ്. അപ്പോൾ ഇച്ചിരി വെയിറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പോൾ എല്ലാവരും ഇറങ്ങിയെന്നുള്ളൊരു വിശ്വാസം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ കേസ്, അപ്പോൾ കേസ് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ വരെ വന്ന് വണ്ടി ഒന്ന് കൊണ്ടുപോകണം കേസ്. ഇപ്പം അടുത്ത സാറന്മാരെ വണ്ടി ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെ രോഹിത് പോയി എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. ഇവിടുന്ന് വണ്ടി എടുത്ത് പൊളിച്ച് കയറ്റാൻ ഇച്ചിരി പാടാണ്. എൻ്റെ ഇടയ്ക്ക് ഒരു ബുഗാട്ടിക്കാരൻ വന്ന് കയറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താ പറയാനാണ് കേസ്. അപ്പം ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ വണ്ടി കൊണ്ടിടാനാണല്ലോ അയാൾ പറഞ്ഞേക്കുന്നത്. ഇനി ഇവിടെ ഇട്ടേക്കാം. ആ സൈഡിലോട്ട് ഒതുക്കിയിടാം. അല്ലാതെ ഫ്രണ്ട് ചെയ്താണ് ബസ്സൊന്നും കൊണ്ടുവിടണ്ട കേസ്. അപ്പം ഓക്കെ, ഇടിക്കല്ലേ കേസ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.